ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഒരുപാട് പേർക്ക് അന്നം കൊടുത്തിട്ടുള്ള വീടായത്. ഒരു കാലത്ത് ഇവിടെ ആരെങ്കിലുമൊക്കെ ഉച്ചഭക്ഷണം തേടി വരികയും ചെയ്യുമായിരുന്നു. സത്യഭാമയുടെ അടുത്ത് ചെന്ന് വയറ് നിറയെ ആഹാരം കിട്ടുമെന്ന് പൊതുവൊരു സംസാരം ഉണ്ടായിരുന്നു. അത്താഴഭക്ഷണിക്കാരുണ്ടോന്ന് ചോദിച്ച രാത്രി വാതില് പോലും അടച്ചോണ്ടിരുന്നത്. എന്നും ഭക്ഷണം ഉണ്ടാക്കുമ്പോ അതുകൊണ്ട് തന്നെ 2-3 പേർക്ക് കൂടുതൽ ഉണ്ടാക്കുമായിരുന്നു. ഭക്ഷണം കൂടുതൽ ഉണ്ടാക്കി കളയുന്നു എന്നും പറഞ്ഞ് രാഘവേട്ടൻ എന്നെ എപ്പോഴും വഴക്ക് പറയുമായിരുന്നു. പക്ഷെ ചില നേരത്ത് കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മമാര് ഓടി വരും വിശന്നിട്ട്. അല്ല, രാഘവേട്ടനത് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഒരിക്കലൊരു ഗർഭിണി വന്നു. 2 ദിവസമായത്രേ അരിയാഹാരം കഴിച്ചിട്ട്. വയറ് നിറയെ ഭക്ഷണവും കൊടുത്ത് പ്രസവത്തിനുള്ള പൈസയും കൊടുത്തിട്ടാ ഞാൻ വിട്ടത്. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാലേ, ഇനി അങ്ങനെ ആരെങ്കിലുമൊക്കെ തിരക്കി വന്നാലേ കൊടുക്കാൻ നമ്മളുമില്ല. കൊടുത്തിരുന്നു പേടില്ല. അല്ല, ഇതെന്താ ആരും ഒന്നും കഴിക്കാത്ത? ഞാൻ ഇതിനകത്ത് വിഷമൊന്നും കലർത്തിയിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് കഴിക്കാം. അല്ല, ഇനി ഞാൻ നിങ്ങളുടെ ഒപ്പം ഇരുന്ന് കഴിക്കണോ? എങ്കിൽ ഞാനും ഇരിക്കാം. കഴിക്കുന്നേ. ഇവിടുന്ന് ഇറങ്ങുന്നതില് സങ്കടമില്ലാന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല സങ്കടമുണ്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്തു തീർക്കാം. പക്ഷെ ഞാൻ കരയത്തൊന്നുമില്ല. അങ്ങനെ സത്യാമ്മ ആരും കരയിക്കാൻ നോക്കൊന്നും വേണ്ട. ജീവിക്കും, അല്ലാതെ മരിക്കൊന്നുമില്ല. നിന്റെ ഈ ജീവിതത്തിൽ നീ ആഗ്രഹിച്ചതെല്ലാം നേടിയിട്ടുണ്ട്. ഇതുവരെ കഴിഞ്ഞതും അങ്ങനെ തന്നെ. ഇനി കുറച്ചു കാലം ഇതൊന്നുമില്ലാതെ സാധാരണക്കാരിയായി ജീവിക്കാനാ വിധിയെങ്കിൽ അങ്ങനെ ജീവിച്ചല്ലേ പറ്റൂ. ദൈവനിശ്ചയം അതാണെങ്കിൽ 2 കൈയും ഞെട്ടി നമുക്കതങ്ങ് സ്വീകരിക്കാം. കഴിക്കടാ. പിള്ളേ, കഴിക്ക്. അച്ഛൻ പറഞ്ഞത് നീ കേട്ടില്ലേ? കഴിക്ക. കഴിക്കട. എന്താ പിള്ള, നിങ്ങൾ കഴിക്ക്. ഞാനല്ലേ വിളമ്പി തന്ന്.